നമ്മൾ വൈകിട്ടത്തേക്കില്ലേ കഞ്ഞി ഉണ്ടാക്കുവന്ന് അത്താഴം. അപ്പൊ അതിനായിട്ട് നമ്മൾ അരി എടുക്കുക കേട്ടോ പാത്രത്തിൽ നിന്ന്. കഞ്ഞിക്കുള്ള കുത്തരി, പാലക്കാടൻ മട്ട റൈസ് അതാണോ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഈ ഒരു ഗ്ലാസ് കൂമ്പനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് സമ്പുഷ്ടിയായിട്ട് കഴിക്കാം. അതായത് എല്ലാവരും സ്വല്പമല്ലേ കഴിക്കുള്ളൂ. അപ്പയാണെങ്കിൽ തോരനും ഇതും കറിയും ഉണ്ടെങ്കിൽ അത് കൂടുതലും കഞ്ഞി സ്വല്പം എടുപ്പിക്കുള്ളൂ. ഞാനും സ്വല്പം, നീ പിന്നെ പൂച്ചയ്ക്ക് കഴിക്കാൻ പോലെ. അപ്പൊ പിന്നെ ഇത് മതി. ഇത് ഒരു കൂമ്പനി 1 ഗ്ലാസ് എടുത്ത് നമ്മൾ കഞ്ഞിക്ക് എടുക്കുക കേട്ടോ. ഇത് നമ്മൾ വൃത്തിയായിട്ട് കഴുകി എടുക്കണം. കഴുകി നമുക്ക് കുക്കറിൽ അങ്ങ് വേവിക്കാം. അപ്പൊ പിന്നെ ഒരു 5 വിസിലും കൊണ്ട് വെന്തോളും. 5 വിസിലടിച്ച് നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടേക്കും. എന്നിട്ട് ഏറ് പോയി തുറന്നു കഴിയുമ്പോൾ പാകമായിട്ടിരിക്കും. അങ്ങനെയാ കഞ്ഞി വേവിക്കുമ്പോൾ നമ്മൾ ചെയ്യണത്. മറ്റേ അടുപ്പിൽ വേവിച്ച് കഴിഞ്ഞാൽ കുറെ താമസമാണ് വെന്ത് കിട്ടാൻ. ഇപ്പൊ കുക്കറാകുമ്പോൾ ഈസി വേ. നമ്മൾ അരി ഒരു 3-4 ട്രിപ്പ് വൃത്തിയായിട്ട് കഴുകി നീറ്റാക്കിയിട്ട് കുക്കറിലേക്ക് അരി ഇട്ടിട്ട് ഈ ഗ്ലാസ്സിന് കഞ്ഞി ആയതുകൊണ്ടാണ് ഈ ഗ്ലാസ്സിന് ഒരു 7 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിക്കാകുമ്പോൾ കുറച്ച് വെള്ളം വരണ്ടിയിരിക്കണം. ചോറ് പോലെയല്ലല്ലോ. ചോറാണെങ്കിൽ ഒരു 5 ഗ്ലാസ് കഷ്ടി മതിയാവും പാലക്കാടൻ മട്ടയ്ക്ക്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇനി അടപ്പടച്ച് കുക്കർ അടച്ച് നമുക്കൊരു വെയിറ്റ് വന്നിട്ടൊരു 4-5 വിസിലങ്ങ് അടുപ്പിച്ചേക്കാം. എന്നിട്ട് അവിടെ ഇരുന്ന് പിന്നെ എയർ പോയി കഴിയുമ്പോൾ നോക്കാം. ഇപ്പം പാകമായിരിക്കും. അപ്പോൾ ഈ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് വറ്റിപ്പോവില്ല, കുഴമ്പ് പരുവത്തിന് ഇരുന്നോളും. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ എയർ വന്ന് വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയത്തിലേക്ക് ആക്കാം. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. മീഡിയത്തിൽ കിടന്ന് പിന്നെ വിസിലടിച്ചോട്ടെ. ഓക്കെ ഓക്കെ. എന്നാ അടപ്പുകൊണ്ട് മൂടുവാട്ടോ. നമ്മൾ കുക്കർ അടയ്ക്കുവാട്ടോ. കുക്കർ അടച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ശരിക്കും എയർ വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഇടാം. ഇനി നമ്മുടെ പ്രഷർ കുക്കറിൽ ഇതേ എയർ വന്നത് കണ്ടോ? വിസിലിടേണ്ട ടൈമായി. അല്ല വിസിലല്ല, വെയിറ്റാ. ഇനി നമ്മളതിലേക്ക് വെയിറ്റ് ഇടുക കേട്ടോ. ദേ ശരിക്കും എയർ വന്നു. വെയിറ്റ് ഇടണ കണ്ടോ? ദേ വെയിറ്റ് ഇടാൻ പോവാ. വെയിറ്റ് ഇട്ട ഫുൾ ഫ്ലെയിമിൽ കിടന്ന് ഒറ്റ വിസിലടിച്ച് കഴിയുമ്പോൾ മീഡിയത്തിലേക്ക് ആക്കാം. എന്നിട്ട് മീഡിയത്തിലാക്കി ഒരു 4-5 അടിച്ചേച്ച് ഓഫ് ചെയ്യാം നമുക്ക്. എന്നാന്ന് വെച്ചാൽ പിന്നെ അതിലിരുന്ന് വെന്തോളും. ഈ കുത്തരി ആയതുകൊണ്ട് ഇച്ചിരി വേവുണ്ട്. അടുപ്പത്ത് കലത്തിലാണ് പണ്ടൊക്കെ ഉണ്ടാക്കാറ്. മൺകലത്തിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ. പക്ഷെ അത് ഒത്തിരി സമയം പോകും തീ കത്തിച്ചും ഇതുമായിട്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ഈസി വേ അല്ലേ അല്ല, അതുകൊണ്ടാണ് ഇത് എടുത്തത് കേട്ടോ. ശരി, ഇനിയിപ്പൊ വിസിലടിക്കും. അടിക്കാറായി എരന്ന് വന്നു തുടങ്ങി. വിസിലടിക്കുമ്പോ എപ്പോഴും അപ്പ അവിടെ പേപ്പർ വായിക്കണ്ടെങ്കിൽ ചോദിക്കണം എന്നാ ആ അടുപ്പത്തിരിക്കണേന്ന് ചോദിക്കും. ഞാൻ പറയും പല കാര്യങ്ങളല്ലേ കിച്ചണിലെന്ന്. ഫസ്റ്റ് വിസില് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിക്കാൻ തുടങ്ങുക. ഇനി നമുക്ക് സിമ്മിലേക്കാക്കാം, മീഡിയത്തിലേക്കാക്കാം. സിമ്മിലാക്കിയാൽ ശരിയാവൂല, വിസിലടി വളരെ സ്ലോ ആയി പോകും. ഇനി നമുക്ക് മീഡിയത്തിലേക്ക് ഫ്ലെയിം ഇട്ട് ഒരു 5 വിസിൽ അവിടെ കിടന്ന് അടിച്ചാൽ ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ കഞ്ഞി റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഞ്ഞിക്ക് ഒരു അടുപ്പത്തിരുന്ന നമ്മൾ കാണിച്ചായിരുന്നു. എന്നിട്ട് 5 വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു കേട്ടോ, ആ വെള്ളത്തോടു കൂടി. ഇപ്പം വെള്ളം വറ്റി ഇപ്പം പാകം ഇതായിട്ട് ഇരിക്കുമായിരിക്കും. അങ്ങനെയാണ് പതിവ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് മാറ്റിയിരിക്കുന്നത്. അല്ല, അത് എയർ പോവാൻ അതിൽ തന്നെ വെച്ചിരുന്നല്ലോ. അങ്ങനെയാ. ഇപ്പൊ പ്രഷർ അതിലേക്ക് തന്നെ ഇറങ്ങി വെന്തിട്ടുണ്ടാവും. നോക്കാം. വെള്ളവും പാകം. നമ്മൾ ഒരു ഗ്ലാസ്സിന് 7 ഗ്ലാസ് വെള്ളം, 6-7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു. അപ്പൊ ഇതുപോലെ കഞ്ഞിവെള്ളം കിട്ടും. അത് പറഞ്ഞിട്ടുണ്ട് അതില്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സൂപ്പർ. ഇനി നമുക്ക് പകർത്താം. നമ്മള് പരമ്പരാഗത രീതിയിലാ കഞ്ഞി പകർത്തണത്. ഇങ്ങനെയുണ്ടോ? അടിപൊളി കേട്ടോ. അമ്മയുടെ സ്റ്റൈല് അടിപൊളിയല്ലേ? മൊമ്മാസ് കിച്ചണിലെ മൊമ്മ. ഇത് പോരെ? മതി. അല്ലെങ്കിൽ ചൂടാറിപ്പോവും. ഇതൊക്കെ ചൂടാറിയ ഇഷ്ടമല്ല. പിന്നെ നമ്മള് ഒരു ഫ്രഞ്ച് ബീൻസ് കൊണ്ടുള്ള ഒരു തോരന ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളൊരു 1 കിലോ ബീൻസ് കുനിപ്പായിട്ട് അരിഞ്ഞു വെച്ച്, പിന്നെ ഒരു ചെറിയ സവോള ആ കൂടെ തന്നെ അങ്ങ് അരിഞ്ഞിട്ട് പിന്നെ ഒരു 8-10 കാന്താരിമുളക് ചെറിയ കാന്താരിമുളക് കുനിപ്പിനെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു
2-3 ചുമന്നുള്ളി, 1-2 ദളം വെളുത്തുള്ളിയുണ്ട്, ഒരു സ്വല്പം കറിവേപ്പിലയുണ്ട്, കൂടാതെ ഒരു അരമുറി തേങ്ങയുണ്ട്. അപ്പം നമുക്കിത് തോരനുണ്ടാക്കാം. തേങ്ങ ഒതുക്കി ചെയ്യണമെങ്കിൽ ഒതുക്കി ചെയ്യാം. ഞാനിപ്പോൾ സമയലാഭത്തിന് വേണ്ടി തേങ്ങ ചുമ്മാ അങ്ങ് ചേർക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു സ്വല്പം മഞ്ഞപ്പൊടി, ഉപ്പും വേണം ഈ കൂടെ. ഇത്രയേ ഉള്ളൂ. നമ്മൾ മുളക് പൊടി ചേർക്കൂല, പകരമാട്ടോ കാന്താരിമുളക് ചേർത്തേക്കണം. പച്ചമുളകോ കാന്താരിമുളകോ ഏതെങ്കിലും ഒന്നും ചേർക്കണം. നല്ല കാന്താരിമുളക് ഇരുന്നുകൊണ്ട് അതാ എടുത്തേക്കണം. ഇനി നമുക്ക് അതിനുള്ള പരിപാടി തുടങ്ങാം. ചീനച്ചട്ടിയിൽ നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ഒരു സ്വല്പം വെള്ളമായി ഉണ്ടായിരുന്നു, അതാ പൊട്ടണ വെളിച്ചെണ്ണ. എന്നുവെച്ചാൽ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി മൂപ്പിക്കാനിടാം. ക്യാമറ മാറ്റിക്കോ, ചിലപ്പോൾ പൊട്ടും. വെള്ളാംശം ഉള്ളതുകൊണ്ടാണ്. ഉള്ളി അങ്ങോട്ട് ഇടാം. വെളുത്തുള്ളിയും ചുമന്നുള്ളി അങ്ങനെ ഇടുക. ആ വേപ്പിലേയും കൂടെ ആക്കൂടാൻ പൊക്കോട്ടെ അതിലേക്ക്. ഒരു 2-3 ഇളക്കി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അതിലേക്ക് ഇടാം. തേങ്ങയുടെ പച്ചപ്പ് മാറിയിട്ട് പിന്നെ ബീൻസും മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങയും ഈ മുളകും കൂടെ അതിലേക്ക് ചേർക്കാം. അത് ഒരു 1-2 ഇളക്കിയേച്ച് നമുക്ക് ബീൻസ് അതിലേക്ക് ഇട്ട് ഇത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മൂടിപ്പൊത്തി വെച്ച് സാധാരണ തോരൻ പോലെ തന്നെ ആവിയിൽ വേവിക്കുക. ഈ പൊടിക്ക് മഞ്ഞപ്പൊടി ചേർക്കുക കേട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടി ചേർക്കണില്ല, പകരമാണ് മറ്റേ മുളക്. ഇപ്പം നമുക്ക് ബീൻസും കൂടെ അങ്ങനെ ചേർക്കാം. ബീൻസ് ഇടുക കേട്ടോ. ബീൻസ് ഇട്ടിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കിടന്നത് വേവണം. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ അടി പിടിച്ചു പോകും. മീഡിയത്തിൽ കിടന്ന് പതുക്കെ ഇളക്കി തോരനാക്കി എടുക്കണം വേവിച്ച്. തേങ്ങ ഇട്ടപ്പോൾ തൊട്ട് മീഡിയം അല്ലേ? ആ തേങ്ങ ഇട്ടപ്പോൾ മീഡിയം. നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തേച്ച് ഇളക്കി മൂടി പൊത്തി വയ്ക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. പോരായി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ബീൻസ് നല്ല റെഡി ആയിരിക്കണം. നോക്കിക്കതിൻ്റെ കളറാ അടിപൊളി. നമ്മൾ കാന്താരിമുളക് ചേർക്കണതുകൊണ്ടും പിന്നെ സ്വല്പം മഞ്ഞപ്പൊടി ചേർത്തത് കൊണ്ടും പച്ച നിറത്തിൽ തന്നെ ഇരിക്കണം. ചുമന്ന മുളക് കൂടെ ചേർക്കണമെങ്കിൽ ചുമപ്പ് രാശി വരും. പിന്നെ കൂടുതൽ മഞ്ഞപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മഞ്ഞപ്പൊടി. ഇപ്പം നല്ല രസമില്ലേ ഈ കളറ്? ഞാനൊന്ന് ഇളക്കി കാണിക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഡിഷുകളിലേക്ക് മാറ്റാം. തൽക്കാലം ഇതിലിരിക്കട്ടെ അല്ലേ? ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ബീൻസ്. ഇത് പിന്നെ എങ്ങനെയാ അപ്പ ഇത് കൂടുതൽ കഴിക്കാതിരിക്കണത്? അപ്പയ്ക്ക് ചോറും കഞ്ഞിയും കൊടുക്കുമ്പോൾ ഒരു സ്വല്പം മതി, എന്നിട്ട് തോരൻ കൂടുതൽ ഉണ്ടാക്കാൻ പറയും. പക്ഷെ നല്ല രസമുണ്ട്, അതുപോലെ ടേസ്റ്റും കേട്ടോ. അതും പറയാതിരിക്കാൻ പറ്റില്ല. കാന്താരിമുളകിൻ്റെ രുചി എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലേ. അതാണ് നാടൻ ഫുഡിൻ്റെ വിശേഷം. ശരി, ഇങ്ങനെ നമ്മൾ ഒരു പപ്പടം ചുടാനുള്ള പരിപാടി കേട്ടോ. ഇന്ന് സാധാ പപ്പടം. അത് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ചുടാനായിട്ട് മേടിച്ചിരിക്കുന്ന ഈ തവയിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തീ കത്തിച്ച് തവ നന്നായിട്ട് ചൂടായി കിട്ടണം. ശരിക്കും ചൂടായി കഴിഞ്ഞിട്ടേ പപ്പടം ഇടാവുള്ളൂ. ഇതിപ്പോൾ അത്രയ്ക്ക് ചൂടായിട്ടില്ലായിരുന്നു തവ. എന്നിട്ട് നമ്മൾ ഒരു മീഡിയത്തിൽ ഒരു സ്വല്പം കൂടെ കൂട്ടി വെക്കണം ഫ്ലെയിം, അല്ലെങ്കിൽ ഇത് കുളച്ച് വരൂല പപ്പടം. എന്നിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വശം വെന്ത് കഴിയുമ്പോൾ മറുവശവും കൂടെ മറിച്ചിട്ട് കഴിഞ്ഞാൽ പപ്പടം നല്ല പാകത്തിന് ചുട്ട് നമുക്ക് കിട്ടും. പണ്ടൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ അടുപ്പിൽ നമ്മൾ ചുട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അടുപ്പിൽ കത്തിക്കലും കുറവ്, എപ്പോഴും അടുപ്പിൽ തീ ഉണ്ടാവൂല, കനലുണ്ടാവൂല. അത് കാരണം സൗകര്യാർത്ഥം ഈ തവയിൽ വെച്ച് അമ്മ എന്തെങ്കിലും ആവശ്യത്തിന് ചുട്ടെടുക്കണത്. ഈ തവയിൽ തന്നെയാണ് നമ്മൾ മുളക് ചുട്ട ചമ്മന്തിക്കൊക്കെ മുളക് ചുടാനും എടുക്കുന്നത്. അത് ഞാൻ ആ മുളക് ചുട്ട ചമ്മന്തി കാണിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അധികം ഭംഗി പോവാതെ തിരിച്ച് മറിച്ചു വിടണം. അത്രയേ ഉള്ളൂ. അത്രയും നോക്കിയാൽ മതി. മീഡിയം കഴിഞ്ഞൊരു സ്വല്പം കൂടെ കൂട്ടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പപ്പടം അങ്ങ് കൊമളച്ചും വെന്തും ശരിക്കും വരൂല. നല്ല സ്മെല്ലൊക്കെ. അത് ചുടുന്നതിൻ്റെ ഇതാ. ഡയറക്റ്റ് തീയോട്ട് ഗ്യാസിൽ നിന്ന് അടിക്കുകയോ ഇല്ല. ഇതിപ്പോൾ ഈ പാകം മതി. ഈ പാകം കണ്ടോ? ഇനി അടുത്തത് വെക്കുക കേട്ടോ അതിലേക്ക്. ഈ പാകം കണ്ടോ? അതെ കാണിച്ചു തരാം. ഈ പരുവത്തിൽ മാറ്റുക. ഇനി അടുത്തത് കൊമള തന്നെ കണ്ടോ? അതിങ്ങനെ മീഡിയത്തിൽ ഒരു സ്വല്പം കൂടെ കൈയാക്കി വെക്കണം. അടുപ്പിൽ ചുടുന്ന ടേസ്റ്റ് ഉണ്ടാവൂല കേട്ടോ എത്രയായാലും. അത് ശരിക്കും നാച്ചുറൽ ഇതല്ലേ, അത്രയും കിട്ടൂല നമുക്ക്. കണ്ടോ, നമ്മുടെ പപ്പടം എല്ലാം ചുട്ട് റെഡിയാക്കി മുമ്മയുടെ വെച്ചേക്കാണ്. ഇനി നമുക്ക് തേങ്ങ ഇടാൻ അറിയില്ല. ഇനി ഇത് തേങ്ങ ഇടാൻ എന്നാലാണ് നല്ലത്. എന്നിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ പപ്പടം ചുട്ടത് നമ്മൾ പൊടിക്കുക കേട്ടോ. പതുക്കി ഒന്ന് പൊടിച്ച് തേങ്ങ ഇടാനുള്ള പരിപാടി കേട്ടോ.
നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അല്ലേ? ഞെരുന്ന തവയിൽ നമ്മൾ കാണിച്ചില്ല, അങ്ങനെ ഗ്യാസിൽ വെച്ച് ചെയ്തുകൊണ്ടാണ് ഇത്രയും കരിവ് പോലെയൊക്കെ വന്നത്. നമ്മൾ മറ്റേ മൈക്രോവേവിൽ ചുട്ടാലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് തവയിൽ ചുട്ടാലോ ഇതുപോലെ മുരിച്ചിൽ കിട്ടില്ല. മറ്റേ അത് ഹോളുള്ളത് കൊണ്ട് കുറച്ച് ഫ്ലെയിം അതിലേക്ക് ഡയറക്റ്റ് കിട്ടും. അതുകൊണ്ടാണ്. ഇനി അമ്മ സ്വല്പം തേങ്ങയും കൂടെ ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ കഞ്ഞിക്കുള്ളൊരു കോമ്പിനേഷനാണ് പപ്പടം ചുട്ട് തേങ്ങ ഉള്ളത്. നമുക്ക് തേങ്ങ ചേർക്കാം. കുറച്ചുകൂടെ വേണമെങ്കിൽ ഇതിന് പൊടിക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം അല്ലേ? നല്ല കോമ്പിനേഷനാണ് പപ്പടം ചുട്ട് തേങ്ങ ചേർക്കുക കേട്ടോ. നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കണം. നന്നായിട്ട് പൊടിയണം. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പപ്പടത്തിലേക്ക് മിക്സ് ആവില്ല ഇല്ലേ? അത്രേ ഉള്ളൂ. ഇത് പണ്ട് കാലത്തുള്ളൊരു പപ്പടം ചുട്ടേച്ച് പണ്ട് അടുപ്പിൽ ഇങ്ങനെ ചുട്ട് കുറേ എടുത്ത് വയ്ക്കും. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി കഞ്ഞിയുടെ കൂടെ അങ്ങ് തരും. വളരെ എളുപ്പമല്ലേ? നമുക്ക് ഇച്ചിരി തേങ്ങയും കൂടെ ചേർക്കാം. ഒരു പൊടിക്കുക. ഉപ്പുമാങ്ങ തേങ്ങയരച്ച കറി ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇലുമ്പും പുളിയും കൊഴുവയും കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീരയാണ് ഇത്. ഓപ്ഷണൽ ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇത് ഉണ്ടാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നുള്ളത് അച്ചാറാണ്, അത് തൊട്ട് കൂട്ടാനായിട്ട്. മമ്മാസ് കിച്ചണിലെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. നമ്മുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മൺചട്ടിയിലെ കഞ്ഞിയും പ്ലാവില കൊണ്ടുള്ള സ്പൂണുമാണിത്. കണ്ടോ? മനോഹരമായിട്ട് തന്നെയാണ് ഇത് അപ്പ കെട്ടിത്തന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു കഞ്ഞി കുടിച്ചിരുന്നതെന്നാണ് മമ്മയുടെ സംസാരത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മമ്മയുടെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു മമ്മ? ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൺചട്ടിയിൽ കഞ്ഞി കോരി ഒഴിച്ച് പ്ലാവില കുത്തിത്തരും. എന്നിട്ട് അതിന് കറിയായിട്ട് തന്നിരുന്നത് പപ്പടം ചുട്ട് തേങ്ങയിട്ടത്, ബീൻസ് തോരൻ, ഇലിമ്പമ്പുളി, കൊഴുവ പീര, വടുകപ്പുളിയൻ നാരങ്ങ പിക്കിള്, ഉപ്പുമാങ്ങ, കാന്താരിമുളക് ചേർത്ത് തേങ്ങ അരച്ചത്. ഇത്രയും കറികളാണ് നമ്മളിന്ന് കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഡിന്നറ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വളരെ ഈസി അല്ലേ? കഞ്ഞിയൊക്കെ വയറിനും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആഹാരമാണ്. അപ്പോൾ എല്ലാവരും പനിയൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ പൊടിയേരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. വയറിന് ഒരു കേടും ഉണ്ടാവാത്ത വളരെ നല്ലൊരു പഴമയുള്ള ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു ഓർമ്മ കൂടിയാണ് കഞ്ഞി കുടിക്കുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്ലാവില കൊണ്ടുള്ള സ്പൂണിലൊക്കെ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ, ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അതൊരു വലിയ നൊസ്റ്റാൾജി ആയിരിക്കും. നൊസ്റ്റാൾജി അല്ല, ഇന്നത്തെ കുട്ടികൾക്ക് വലിയൊരു കൗതുകമായിരിക്കും. കാരണം അവരിതൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. മുതിർന്നവർക്ക് അതൊരു നൊസ്റ്റാൾജിയ കൂടിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മൺചട്ടിയൊക്കെ ലഭ്യമാണെങ്കിൽ, അതുപോലെ പ്ലാവിലയും ലഭ്യമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു ഡിന്നറിന് കഞ്ഞി കുടിച്ച് നോക്കാൻ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ നൊസ്റ്റാൾജിയ നിങ്ങൾക്ക് പകർന്നു തരും അത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിച്ചത്. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.